ഇത് മുകേഷ് ഏട്ടൻ കോളേജിൽ പഠിക്കുമ്പോൾ സിനിമയിൽ അഭിനയിക്കാനുള്ള മോഹവുമായി എടുത്ത ഫോട്ടോയായിരുന്നു. ഇലക്ഷൻ്റെ സമയത്ത് അത് ഞാനും സിസ്റ്ററുമാണ്. അപ്പൊ പറയത്തില്ല തലവെട്ടിച്ചതാ പോയാൽ തിരിച്ചു വരാൻ പറ്റില്ല എന്ന് പറയുന്നത്. ശരിക്കും അങ്ങനെ സ്ഥലം ഉണ്ടെന്നുള്ളതാണ്. ആ പേരൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അല്ല ആ സ്ഥലത്തുള്ളവർ വന്ന് പറയുന്ന നമ്മളെപ്പോഴും പറയും കിഴക്കോട്ട് വെട്ടൊന്ന് മുറി രണ്ടാണ് അവർ. ഈ സ്വർണം എന്ന് പറയുന്ന കയ്യിലിരിക്കുന്നത് അപകടമാണ്. ചിലപ്പോൾ അതിനു വേണ്ടി കൊല്ലുന്നു അല്ലേ, എന്തൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വൃത്തികേടുകൾ വെച്ച് നോക്കുമ്പോൾ സീരിയലിൽ എന്ത് വൃത്തികേടുകൾ നടക്കുന്നത്? സീരിയൽ കണ്ടിട്ടാണ് വൃത്തികേട് ചെയ്തതെന്നൊന്നും പറയാൻ പറ്റില്ല. തൊട്ടപ്പുറത്ത് തന്നെ ഒരു പയ്യൻ വെട്ടി കൊല്ലപ്പെടുകയാണ്. തൊട്ടപ്പുറത്താണ് ഇവിടെ. ഈ അടുത്ത കാലത്തിന് പോയ കല്യാണത്തിന് വരെ ഇവര് വന്നിട്ട് അങ്ങോട്ട് ചോദിക്കും നിശ്ചയമാണെങ്കിൽ നിശ്ചയം ഉറപ്പിക്കട്ടെ എന്ന് 3 പ്രാവശ്യം ചോദിക്കണം. അച്ഛനും അമ്മയ്ക്ക് അവിടെ സ്ഥാനം ഇല്ലേ, അമ്മാവന്മാർക്കാണ് സ്ഥാനം. പല കല്യാണങ്ങൾ നിശ്ചയത്തിൽ തന്നെ പിടങ്ങി പിരിഞ്ഞു പോകും. ഹായ്, ഇന്ന് നമ്മളുള്ളത് കൊല്ലത്താണ്. കൊല്ലത്ത് മുകേഷ് MLA തറവാട്ടിലാണുള്ളത്. ഇവിടെ വന്നത് പൊന്മാൻ ഈയിടെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പൊന്മാനിലെ അമ്മ വേഷവും ആഗ്നസ് ആയത് നമ്മുടെ മുകേഷ് ഏട്ടൻ്റെ സഹോദരിയാണ്, അഭിനേത്രിയും പ്രൊഡ്യൂസറുമായ സന്ധ്യ രാജേന്ദ്രൻ. ചേച്ചി ഹലോ. ആഗ്നസ് ആണ്, ഒരുപാട് ലേബലുകളുണ്ട്. പക്ഷെ ഇപ്പൊ എല്ലാവരും ഈ പറഞ്ഞ പോലെ പൊന്മാനിലെ അമ്മ എന്നാണ് പറയുന്നത്. പൊൻ അമ്മ എന്നാ പറയും. ഞങ്ങളിങ്ങോട്ട് വരുമ്പോ ചേച്ചി പറഞ്ഞത് കൊല്ലത്തെത്തിയിട്ട് മുകേഷ് MLA വീട് ചോദിച്ചാല് ആരും പറഞ്ഞു തരും തന്നെ. അതുപോലെ തന്നെയായിരുന്നു ഞങ്ങൾ ചോദിച്ചപ്പോ ഞങ്ങൾക്ക് ഇവിടെ എത്തി കറക്റ്റ്. അപ്പൊ ഇവിടെ എത്തിയപ്പോ ഈ ഒരു ആംബിയൻസിൽ എനിക്ക് പൊന്മാന്റെ മുന്നേ കുറെ കഥകൾ ചോദിക്കാൻ തോന്നുന്നത് ഈ വീടിന്റെ ഒരു കഥയൊക്കെയാണ്. ജനിച്ചു വളർന്ന ഇവിടെയാണോ? ജനിച്ചു വളർന്നത് ഇത് അമ്മയുടെ വീടാണ്. അച്ഛന്റെ വീട് മാവേലിക്കര ചുനക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞങ്ങൾക്ക് ഈ ഫോട്ടോസ് ഒക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. അത് ചേച്ചിയാണെന്ന് ഞാൻ ഊഹിക്കുന്നു. യെസ്, ഇത് ഞാൻ, ഇത് അമ്മ, ഇത് എൻ്റെ സിസ്റ്ററാണ് ലണ്ടനിലുള്ള ജയശ്രീ. അവൾ വലിയ എഴുത്തുകാരിയും ഒക്കെയാണ്. ഇത് മുകേഷ് ഏട്ടൻ കോളേജിൽ പഠിക്കുമ്പോൾ സിനിമയിൽ അഭിനയിക്കാനുള്ള മോഹവുമായി എടുത്ത ഫോട്ടോയായിരുന്നു. ബലൂണിന് മുമ്പ് എടുത്ത ഫോട്ടോ. ഇലക്ഷൻ്റെ സമയത്ത് അത് ഞാനും സിസ്റ്ററുമാണ്. ചേച്ചി മൂത്തത് ചേച്ചിയാണ്, അനിയത്തിയാണ്. അത് മുകേഷ് ഏട്ടനെ പോലെ തന്നെ ഇരിക്കുന്നു. മാധവൻ സാറാണ് അച്ഛനാണ്. ഇപ്പൊ ശരിക്കും അച്ഛന്റെ ചായയായി. നീ അവിടെ ഒരുപാട് അവാർഡ്സ്, അയ്യോ അത് എണ്ണാൻ പറ്റില്ല, അത്രയധികം അവാർഡ്സ് ഉണ്ട്. നമുക്ക് അതിന്റെയൊക്കെ ഒരു വിശേഷം ചേച്ചി കേട്ടാലോ? എല്ലാം എണ്ണി പറയാൻ പറ്റില്ല, എല്ലാം പറയാൻ പറ്റില്ല. എന്നാലും ഇതൊക്കെ ഈ പറഞ്ഞ കണക്ക് ഞങ്ങൾ ഓരോരുത്തർക്ക് അച്ഛൻ മുതൽ അച്ഛൻ, അമ്മ, മുകേഷ് ഏട്ടൻ, ഞാൻ, സിസ്റ്റർ, എൻ്റെ ഹസ്ബൻഡ് രാജേന്ദ്രൻ, ദിവ്യദർശൻ, അതുവരെയുള്ളവർക്ക് കിട്ടിയിട്ടുള്ള മാധവന് നൽകുന്ന ഉപഹാരം. സ്റ്റേറ്റ് അവാർഡുകളുണ്ട്. നാഷണൽ തിയേറ്റർ ഫെസ്റ്റിവലിന്റെ അവാർഡ് വരുന്നു. ഇതാ അമ്മയ്ക്ക് അല്ലേ കഥ പറയുമ്പോൾ കിട്ടിയ ഒരു സ്റ്റേറ്റ് അവാർഡ് അല്ലേ? കഥ പറയുമ്പോൾ അത് തട്ടത്തിൽ മറയത്തിന്റെ അവാർഡുണ്ട്. ഇതൊക്കെ നാടകത്തിന് കിട്ടിയിട്ടുള്ള. പിന്നെ നമ്മൾ ഒരാളെ പറഞ്ഞിട്ടില്ല, ഫോട്ടോയിൽ കാണാത്ത ഒരാളൂടെ ഉണ്ട്, വരും. ഷീൽഡൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പുള്ളിയും കൂടെ വരുത്തിയിട്ട് ഒന്നിച്ചാ കഥ. അപ്പൊ നമുക്ക് കുറച്ച് സിനിമാ വിശേഷത്തിലേക്ക് കിടക്കാം അല്ലെ? അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് വേറൊരു അറ്റ്മോസ്ഫിയറിൽ സംസാരിക്കാം. സ്വരൂപവും സ്ഥിതി, ഋതു പോലെയുള്ള കുറച്ച് സിനിമകളാണ് ചെയ്തിട്ടുള്ള കരിയറിൽ. അതിന്നൊക്കെ വ്യത്യസ്തമാണ്. ഈ ഒരു കാലഘട്ടമാണ്. കാരണം തിയേറ്ററിൽ വന്ന് സംസാരമാവുന്നതിന്റെ OTT വരും, പിന്നെയും ആളുകൾ സംസാരിക്കും, പിന്നെ എഴുതിയിടുകയാണല്ലോ. അന്നൊക്കെ വാഗൊണ്ട് നമ്മൾ പറഞ്ഞ അല്ലെങ്കിൽ പേപ്പറിലായിരുന്നു മാത്രം കുറച്ച് റിവ്യൂസ് അല്ലേ. ഇന്നിപ്പോ നമുക്ക് എത്ര വർഷം കഴിഞ്ഞാലും നോക്കാവുന്ന രീതിയിൽ ഒരുപാട് റിവ്യൂ വരികയാണ്. ഇപ്പൊ വന്നപ്പോ തന്നെ പറഞ്ഞു, വാവ പറയുന്നുണ്ടായിരുന്നു എവിടെ തുറന്നാലും പൊന്മാനാണ്. ചേച്ചി ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഈ ഒരു പടം? അതെ, അതേപോലെ തന്നെ ഈ ഇപ്പൊ വരുന്ന റിവ്യൂകളിലും ഒക്കെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നന്നാക്കണം എന്നെനിക്കൊരു വാശിയുണ്ടായിരുന്നു. കാരണം നമ്മളെ വിശ്വസിച്ച്, കാരണം നമ്മളങ്ങനെ ഒരു മോസ്റ്റ് വാണ്ടഡ് ആളല്ലല്ലോ. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടറിനെ എന്നെ മനസ്സിൽ ഫിക്സ് ചെയ്ത് എന്നോട് വന്ന് പറയുമ്പോൾ നമുക്കൊരു ഉത്തരവാദിത്വം, ഡബിൾ ഉത്തരവാദിത്വം അല്ല ത്രിബിളാണ് അത്. അവർക്കൊരു ചീത്തപ്പേരുണ്ടാവരുതെന്നുള്ള. അപ്പം ആദ്യമൊക്കെ ചെല്ലുമ്പോൾ എനിക്കൊരു ഈ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു പ്രയാസം ഉണ്ടായിരുന്നു. കാരണം കുറേ ഗ്യാപ്പൊക്കെ വന്നതല്ലേ. അന്നേരം 2-3 ടേക്കൊക്കെ വന്നു. അപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായി. അപ്പോൾ പറഞ്ഞു കൂളായിട്ട് ഒരു ബേസിലും പറഞ്ഞു കൂളായിട്ട് പറഞ്ഞാൽ മതി ചേച്ചി, ടെൻഷൻ അടിക്കണ്ട, തെറ്റ് ഞങ്ങൾക്കൊക്കെ തെറ്റാറ്, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര സപ്പോർട്ട് തന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ജ്യോതിഷ് പെർഫെക്ഷൻ്റെ ആളാണ്. അത് എനിക്ക് അവൻ്റെ സ്വഭാവം എനിക്ക് അറിയാവുന്നതുകൊണ്ട് അവൻ എന്താണോ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അത് സാധ്യമാകുന്നത് വരെ അവൻ നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുമെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ വിചാരിച്ചു
എന്തായാലും ചെയ്തല്ലേ പറ്റും, എന്നാ പിന്നെ മനസ്സറിഞ്ഞ് അതങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ പറയുന്ന ആക്ടേഴ്സ് നമ്മൾ 3-4 പ്രാവശ്യം ഞാൻ ഈ നോവല് വായിച്ചിട്ട് എന്താണ് ആക്ടേഴ്സ് എന്നുള്ളത് നമ്മളത് മനസ്സിലാക്കി എടുത്തു എന്നുള്ളത്. കാരണം നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു കീ റോളിലോട്ട് വരുമ്പം ഇന്ന് ഒരു പകപ്പഴം വരരുതെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അന്നേരം അഭിനയിക്കുമ്പോഴും നമുക്ക് അറിഞ്ഞൂടെ എന്താവും ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ. നാടകമൊക്കെ അന്നേരം ഈ റെസ്പോൺസ് നമുക്ക് അറിയാമല്ലോ. ഇത് ഒന്നും ഒരു പിടുത്തവും ഇല്ല എന്താ പറയുക, അങ്ങനെ ഇത് പറത്തി വിട്ടു, ഇനി എവിടെ കൊണ്ട് ലാൻഡ് ചെയ്യും, പ്രേക്ഷകന്റെ മനസ്സിൽ ലാൻഡ് ചെയ്യുമോ ഇല്ല എന്നുള്ളൊരു പേടിയായിരുന്നു. ഇതൊരു കൊല്ലം പശ്ചാത്തലമാണ്. കൊല്ലത്തെ അങ്ങനെയുള്ള ജീവിത സാഹചര്യത്തിലുള്ള സ്ത്രീകളാണ്. ചേച്ചി ഇവിടെ ജനിച്ചു വളർന്ന ഒരാൾ എന്നുള്ള രീതിയിൽ, ഇവിടെയല്ല എല്ലാ നാട്ടിലും ഉണ്ട് എങ്കിലും ഈ ഒരു സിസ്റ്റം, കല്യാണത്തലേന്ന സിസ്റ്റം ഒക്കെ കുറച്ചുകൂടെ ഇവിടുത്തെയാണല്ലോ കാണിക്കുന്നത്. പക്ഷെ അങ്ങനത്തെ സ്ത്രീകളും സ്ത്രീ ജീവിതങ്ങളും ഇല്ലേ, കണ്ടിട്ടുണ്ടാവില്ലേ അങ്ങനെ ചേച്ചി? നമ്മൾ ചുറ്റുവട്ടം കാണുന്നത് തന്നെയാണ്. ഇത് കൊല്ലത്തൊന്നും അല്ല, എല്ലായിടത്തും കാണുന്നതാണ്. എല്ലാ അമ്മമാരും ഈ പറഞ്ഞതൊക്കെ ബ്രൂണോയെ പോലുള്ള ഒരുപാട് സഹോദരന്മാർ കാണും. എങ്ങനെയെങ്കിലും നടന്നു പോകുമെന്നാണ് ചിലരുടെ ഒക്കെ വിചാരം. അതങ്ങ് നടക്കും എന്നാണ്. അതിനുവേണ്ടി കരുതി വെക്കാനോ ജീവിതത്തിൽ ഒരു കരുതൽ ഉണ്ടാക്കാനോ സാധ്യമാകാതെ പോകുന്നവരാണ് ഇവരൊക്കെ. വിചാരിച്ചിരുന്നെങ്കിൽ ഇത് ഈസി ആയിട്ട് അവർക്ക് ചെയ്യാം. ബ്രൂണോ ഒന്ന് ജോലിക്ക് പോയാൽ മതി, അല്ലെ സ്റ്റെഫി എന്തെങ്കിലും ഒരു തൊഴിൽ കണ്ടെത്തിയാൽ മതി. അമ്മയിൽ മാത്രം നിശബ്ദമായിട്ട് അമ്മയുടെ ഉത്തരവാദിത്തമാക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അങ്ങനെയൊക്കെ ആയാലും ഈ കഥ സംഭവിക്കില്ലല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇത് പാടില്ല എന്നുള്ളൊരു സതുദ്ദേശപരമായ ഒരു സന്ദേശം കൂടി ഇതിനകത്തുണ്ട്. ജീവിതം എന്ന് പറയുന്നത് നമ്മൾ കുറച്ചും കൂടെ കരുതലോടുകൂടി മടച്ചുറപ്പോടുകൂടി ജീവിക്കണം. പിന്നെ സ്വർണം എന്ന് പറയുന്ന ഒന്നും ഒരു മസ്റ്റ് അല്ല. മാന്യമായി ജീവിക്കുക, ഇല്ലേ? മരിയാനോ അത് സ്വർണം മേടിക്കുന്നത് പെങ്ങളെ ഇതേപോലെ കെട്ടിച്ചു കൊടുക്കാനാണ്, ബാക്കി കൊടുക്കാനാണ്. മരിയാന ആദ്യത്തെ പെങ്ങളുടെ ഭർത്താവിനും കൊടുത്തിട്ടില്ല, അതും ബാക്കി. അവനവിടെ ഭാര്യയായിട്ട് അവിടെ അതില്ലായിരുന്നെങ്കിൽ ഇത് വേണ്ടായിരുന്നു. അപ്പൊ ഇത് മേടിച്ചിട്ടാണ് ആ കടവും തീർത്ത് അടുത്ത പെണ്ണിനെയും കെട്ടിച്ചു വിടാനായി. അങ്ങനെ ഒരു സ്വർണം എന്ന് പറഞ്ഞാൽ ഒരു ബാധ്യത ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതൊരിക്കലും സ്വർണം എന്ന് പറയുന്ന ഒരിടത്തും നിൽക്കില്ല. അതിങ്ങനെ ഒഴുകി ഒരു കൈമാറി പോയിക്കൊണ്ടിരിക്കും. ഒരു സ്ഥലത്തും നമുക്ക് പോലും സ്വർണം നമ്മൾ കൊതിച്ച് മേടിച്ച് വെച്ചാൽ തന്നെ നമുക്ക് ഉപയോഗിക്കാനൊന്നും പറ്റില്ല, അല്ലേ? ലോക്കർ കൊണ്ട് കല്യാണം നമ്മൾ ഒരു അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് 100 പവനോ 150 പവനോ ഒക്കെ ഇനിയുള്ള കാലത്ത് അതൊന്നും പറ്റില്ലായിരിക്കും. പക്ഷെ ഈ അടുത്ത കാലം വരെ 100 പവനും 150 പവനും ഒക്കെ കൊടുത്തിരുന്നു. ഇവരെന്ത് ചെയ്യുന്നത്? ഇന്ന് 150 പവനും ഒന്നുപോലും ഇടാറില്ല. പലരും ലോക്കറി കൊണ്ടുവെക്കും, ചിലർ അത് കൊണ്ടുപോയി വിൽക്കും. ഒന്നും അവരുടെ അത് വിറ്റ് കാശ് കിട്ടും. പിന്നെ ഈ സ്വർണത്തിനൊക്കെ വില കൂടുമ്പോൾ അയ്യോ ഇപ്പൊ അന്ന് വിൽക്കണ്ടായിരുന്നു തോന്നും. അത്രയേ ഉള്ളൂ. ഈ സ്വർണം എന്ന് പറയുന്ന കയ്യിലിരിക്കുന്നത് അപകടമാണ്. ചിലപ്പോൾ അതിനു വേണ്ടി കൊല്ലുന്നു, ഇല്ലേ? എന്തൊക്കെ നടക്കുന്നുണ്ട്. ഒരുപാട് പേരെ ഇപ്പൊ ഈ വില കൂടിയപ്പോഴത്തേക്ക് ഒരുപാട് കൊലപാതകങ്ങളും മറ്റതും ഒക്കെ നടക്കുന്നുണ്ട്. വീട്ടിൽ വിശ്വസ്തരായി നിൽക്കുന്ന ജോലിക്കാർ മോഷ്ടിച്ചു പോകുന്നു. ഗതികേട് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. എന്നുവെച്ചാൽ ഇത്രയും വിലയുള്ളൊരു സാധനം വെച്ചിരിക്കുന്നു, മനുഷ്യന് അതിനേക്കാൾ വിലയുണ്ടെന്നുള്ളത് അറിയുന്നില്ല. അതാണ് ഇതില് ബേസിലാണെങ്കിലും ലിജോ അതുപോലെ സജിൻ പുതിയ ആൾക്കാരാണ് ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ സ്റ്റാർസാണ്, മികച്ച നടന്മാരാണ്. ടെക്നിക്കലി ഒരുപാട് സിനിമ മാറി ഒരു പുതിയ സ്ഥലത്തേക്കാണല്ലോ ചേച്ചി വീണ്ടും വരുന്നത്. ഇപ്പം ഉള്ളിലൊരു അഭിനേത്രി ഉണ്ട്, ഒരു എന്താ പറയാ ആക്ഷൻ എന്ന് പറഞ്ഞ ഓണാവും, എങ്കിലും നമുക്കൊന്ന് അതുമായിട്ട് ജെല്ലാവണം. പിന്നെ ഇതിന്റെ ഒരു ലൊക്കേഷൻ അങ്ങനെയാണല്ലോ. ലൊക്കേഷൻ നല്ല ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് ഇവിടെ തന്നെ കുറച്ചങ്ങോട്ട് പോയാൽ ഈ കൊല്ലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ടൗണിന് അങ്ങോട്ട് പോയാൽ കടൽ, ഇങ്ങോട്ട് പോയാൽ കായൽ, അങ്ങോട്ട് പോയാൽ മല, അങ്ങനെ ഇതിന് ചുറ്റും നിൽക്കുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കൊല്ലംകാർക്ക് ഇതിൻ്റെ എല്ലാം ഒരു സംസ്കാരം അറിയാം, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം എന്താണ് അവിടെ കടപ്പുറത്ത് നടക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് വേഗം അറിയാം. അവരിങ്ങനെ ആയിരിക്കും. അല്ലെ കായലിൽ ഈ മൺട്രോത്തുരുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ് അതെല്ലാം പ്രകൃതിയുമായി ചേർന്നിട്ടാണ് ഇവരുടെ സ്വഭാവ സവിശേഷതകൾ കിടക്കുന്നത്. റഫ് ആൻഡ് ടഫ് ആയിരിക്കും. ഈ കടലിൽ പോകുന്നവരുണ്ടല്ലോ, അവർക്ക് പകലില്ലല്ലോ, അവർക്ക് രാത്രിയിലാണ് അവർ കടലിൽ പോയി, രാവിലെ വന്നു അവിടെ കിടന്നുറങ്ങി, വൈകുന്നേരം ആകുമ്പം വീണ്ടും എണീറ്റ് പോകുന്നു. അപ്പൊ ഈ പകൽ എന്തോ ലോകത്തെന്ത് നടക്കുന്നു അതിൻ്റെതായ ചില സ്വഭാവ സവിശേഷതകൾ അവർക്ക് കാണും. ഒരു പെട്ടെന്ന് കാരണം ജീവിതത്തിൽ മറ്റു സന്തോഷങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ചൂടാവും, പെട്ടെന്ന് ഇണങ്ങും. അങ്ങനെയൊക്കെ എങ്ങനെയാണോ കടൽ
അതേപോലാണ് ഇവരുടെയൊക്കെ. കായലെന്ന് പറഞ്ഞാൽ അഗാധതയാണ്, നമുക്ക് അറിഞ്ഞുകൊണ്ട് ഇതിന് എന്തോരം ആഴമുണ്ടെന്നൊക്കെ. അതേപോലാണ് ഇവരുടെ സ്നേഹം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡീപ്പായിരിക്കും. ദേഷ്യം ഇപ്പൊ പറയത്തില്ല തലവെട്ടിച്ചത് പോയാൽ തിരിച്ചു വരാൻ പറ്റില്ല എന്ന് പറയുന്നത്. ശരിക്കും അങ്ങനെ സ്ഥലം ഉണ്ടെന്നുള്ളതാണ്. ആ പേരൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, അല്ല ആ സ്ഥലത്തുള്ളവർ വന്ന് പറയുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്, അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. കൊല്ലത്തിന് അങ്ങോട്ട് പോയാൽ മലമ്പ്രദേശമാണ്, ഹിൽ ഏരിയയാണ്. അവിടെ ഉള്ളവർ വേറൊരു സ്വഭാവക്കാരാണ്. നമ്മളെപ്പോഴും പറയും കിഴക്കോട്ട് പോയി വെട്ടൊന്ന് മുറി രണ്ടാണ് അവര്. നമ്മുടെ കുറേ സ്റ്റാഫ് ഞങ്ങൾക്ക് അവിടെ നിന്നുണ്ടായിരുന്നു. അവരോട് നമ്മൾ പെരുമാറുമ്പോൾ വളരെ സൂക്ഷിച്ച് പെരുമാറണം. വെട്ടുന്നു, ജോലി വേണ്ട, അങ്ങ് പോകും. അപ്പൊ അവരൊക്കെ ഇവരെയൊക്കെ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നതൊക്കെ സ്നേഹം കൊണ്ടേ പറ്റും. സ്നേഹം കൊണ്ട് ഇവരെയൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നല്ല നല്ല മനുഷ്യരാണ്. കൊല്ലത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കളിയാക്കി പറയുന്ന പപ്പടം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിഷയങ്ങൾ നടക്കാറുണ്ടല്ലോ. അപ്പൊ കണ്ണൂരിനെ വേറെ രീതി ബോംബെന്ന് പറഞ്ഞ് കളിയാക്കുന്നതൊക്കെ പോലെ ഒരു കൊല്ലത്തിന് ഇതുപോലെ ഈ ഒരു ഓപ്പൺ മൈൻഡ് കൊണ്ടായിരിക്കും അവര് പെട്ടെന്ന് വികാരം ത്തിനടിമപ്പെടും. പിന്നെ പെട്ടെന്ന് അവര് സോൾവ് ചെയ്യുകയും ചെയ്യും. പെട്ടെന്ന് വികാരത്തിന് അടിമപ്പെട്ടു, പെട്ടെന്ന് ദേഷ്യം വരും. ചില കല്യാണങ്ങൾക്കൊക്കെ എങ്ങനെയാന്ന് പറയും, പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ഈ അടുത്ത കാലത്തിന് പോയ കല്യാണത്തിന് വരെ ഇവര് വന്നിട്ട് അങ്ങോട്ട് ചോദിക്കും, നിശ്ചയമാണെങ്കിൽ നിശ്ചയം ഉറപ്പിക്കട്ടെ എന്ന് 3 പ്രാവശ്യം ചോദിക്കണം പെണ്ണിന്റെ വീട്ടുകാർ. അപ്പൊ ചെറുക്കന്റെ വീട്ടുകാര് പെണ്ണിന്റെ വീട്ടിലാണ് വരുന്നത്. ചെറുക്കന്റെ വീട്ടുകാർ ചോദിക്കും, അപ്പൊ ഇത് ഉറപ്പിക്കട്ടെ എന്നെങ്കിൽ പെണ്ണിന്റെ അമ്മാവനാ പറയണ്ടേ, ഉറപ്പിക്കുന്നു. അപ്പൊ ഇവിടത്തെയും അമ്മാവനാണ് ചോദിക്കുന്നത്. അച്ഛനും അമ്മയ്ക്കും അവിടെ സ്ഥാനം ഇല്ലേ, അമ്മാവന്മാർക്കാണ് സ്ഥാനം. അന്നേരം ഈ അമ്മാവന്മാര് അന്നേരമാണ് പൂന്ത് വിളയാടുന്നത്. പട്ടത്തെ കാലത്തേക്ക് നോക്കട്ടെ വരട്ടെ എന്നൊക്കെ പറയും. അതെന്താ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല കല്യാണങ്ങൾ നിശ്ചയത്തിന് തന്നെ പിടങ്ങി പിരിഞ്ഞു പോകും. അത് നിസ്സാര കാര്യങ്ങളെല്ലാം ഈഗോടെ പുറത്ത് വരുന്നതാണ്. അവരെക്കായി വലുതും ഞാൻ. നമ്മുടെ ഒരു സ്റ്റാഫിന്റെ ഇതണക്ക് കല്യാണത്തിന് നിശ്ചയത്തിന് കഴിഞ്ഞിട്ട് ഇവരൊന്ന് ഫോട്ടോ എടുക്കാൻ നിന്നു. ചെറുക്കനും വേണ്ട ഇപ്പൊ അത് യൂഷ്വലല്ലേ, നിശ്ചയം കഴിഞ്ഞു, മോതിരം കൈമാറി, ഇപ്പൊ ഫോട്ടോ എടുക്കാനായിട്ട് പോയി നിന്ന് ചെറുക്കനും കൂടെ നിൽക്കുക. ഈ അമ്മാവൻ വന്ന് പെണ്ണിനെ അങ്ങ് വിളിച്ചോണ്ട് വാ ഇതൊക്കെ കല്യാണം കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവൻ പറയാ, അവനും ആ പ്രദേശത്തുള്ള, അവൻ പറയാം അതെന്ത് പണിയാ, ഈ കല്യാണം വേണ്ട. ഞാൻ പറയട്ടാ അങ്ങനൊന്നും പറയാൻ പാടില്ല. അല്ല നമ്മുടെ ഇത്രയും പേരെ മുമ്പ് വെച്ച് പെണ്ണിനെ അങ്ങ് പിടിച്ചോണ്ട് പോയല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും പറയരുത്. ഓരോ ആൾക്കാരും ഓരോ രീതിയാണ്. ഇവരെല്ലാം കല്യാണം കഴിഞ്ഞാലും നമുക്ക് ജീവിത അവസാനം വരെ കൊണ്ടുപോകണ്ടേ അല്ലേ. അപ്പൊ അതൊക്കെ ക്ഷമ വേണമെന്ന് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെയുള്ള ആൾക്കാരാണ്. അതുകൊണ്ടൊക്കെയാണ് ഒരു പപ്പടത്തിന്റെ പുറത്തൊക്കെ കല്യാണം മുടങ്ങി പോയില്ലേ, അടിബഹളമായി. ഉള്ളു. ഇതില് കല്യാണ തലേന്നത്തെ ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അമ്മയുടെയും സ്റ്റെഫിയുടെയും, അതുപോലെ കല്യാണം കഴിഞ്ഞുള്ള രാത്രി, അതാണ് ഇങ്ങനെ ബേസിലിന്റെ ഒരു അവസ്ഥയോട് നമ്മൾ ചേർന്ന് പോവാ. അപ്പോഴാ ഇയാൾക്ക് ഇയാളുടെ സ്വർണം കിട്ടിയിരുന്നേ പോവായിരുന്നല്ലോ. പിന്നെ ബിരിയാണി ചെമ്പ് മറയ്ക്കുന്ന ആൾക്കാർ വന്നില്ല എന്ന് കാണിക്കുന്ന, അപ്പൊ നമുക്ക് വീണ്ടും ഈ അമ്മയുടെയൊക്കെ സൈഡിലേക്ക് പ്രേക്ഷകൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇവരുടെ ആരുടെ കൂടെ നിൽക്കണം എന്നുള്ള രീതിയിൽ ആ സീനുകളൊക്കെ ശരിക്കും എങ്ങനെയായിരുന്നു? അതിലൊരു ബുദ്ധിമുട്ടുണ്ട് അവരുടെ, പക്ഷെ അവർ കുറച്ച് സ്ട്രെങ്തോടെ നിൽക്കുകയും വേണം. അതെ, പക്ഷെ ആ സമയത്ത് ഏത് സമയത്താണോ കഥയിൽ ഇത് നടക്കുന്നത് ആ സമയത്ത് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഷൂട്ട് ചെയ്തത്. ബിരിയാണി ചെമ്പ് കൊണ്ട് കമത്തുന്നത് അതൊരു 11:45 12 മണിയോട് കൂടിയാണ് രാത്രിയിൽ ഷൂട്ട് ചെയ്യുന്നത്. ബേസിലിനെ ഞാൻ തടയുന്നത് അതേണ്ട 1-1.5 മണിക്ക് ഷൂട്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ കഥയിൽ എന്താണോ ആ സമയത്ത് ആ ഒരു രാത്രിയിൽ ആ ഒരു തണുപ്പിൻ്റെ ഒരു 3 യാമത്തിലൊക്കെ എന്താണ് നമ്മളെ ശരീരം ഉൾക്കൊള്ളേണ്ട കാലാവസ്ഥയുടെ ഒരു തണുപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ റിയലായിട്ട് നമുക്ക് അനുഭവപ്പെട്ടു എന്നുള്ള. പക്ഷെ എന്ത് തണുപ്പ് വന്നാലും ഉള്ളിലുള്ള നോവും ആവലാതിയും ഇരട്ടിക്കും. അതിനൊന്നും ഒരു കടലിന്റെ തണുപ്പ് കാറ്റിനോ ഒന്നിനും ശമിപ്പിക്കാൻ പറ്റില്ല സ്ത്രീയെ. അവര് ചിലപ്പോൾ ഒരു പോളെ കണ്ണടച്ചിട്ടുണ്ടാവില്ല. അവരറിഞ്ഞുകൊണ്ട് തന്നെയാണ് രാവിലെ മോളെ മരുമോനെയും കയറ്റി വിടുന്ന. ചിലപ്പോൾ ആ സ്ത്രീ അറിഞ്ഞിട്ടുണ്ടാവും പോകുന്നതൊക്കെ. അപ്പം അവരെങ്ങനെയെങ്കിലും മോള് സെറ്റിലാവട്ടെ എന്നാണ് വിചാരിക്കുന്നത്. ഒരുത്തം വീണാലും വേണ്ടിയില്ല, അവളങ്ങ് സെറ്റിലാവട്ടെ എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ എങ്ങനെയെങ്കിലും അത് കൊടുക്കണം എന്നുള്ളൊരു അവർക്കൊരു ആത്മാഭിമാനമുള്ള സ്ത്രീയാണ് ആഗ്നസ്. ഒരു ഫ്രോഡല്ല. ചില അവസ്ഥ മനുഷ്യന് വരുമ്പോൾ
ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും അവള് പറഞ്ഞില്ല. ലൈറ്റ് ഓഫ് ചെയ്യുമ്പം സാധനം സ്വർണ്ണം എടുത്ത് പുറത്ത് വെക്കാമെന്ന് അവള് പറഞ്ഞിട്ടില്ല. ഈ അമ്മ അങ്ങ് പറയുക ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി, അല്ലെങ്കിൽ ഇവൻ ബഹളം വെച്ച് മരുമോന് ഇറങ്ങി വന്നത് കേട്ടാലോ എന്നുള്ളതിൽ അവര് പറയുന്നതാണ്. അവൻ ഉറങ്ങുമ്പോൾ അവളുടെ അടുത്ത് പുറത്ത് വെച്ചിട്ട് ഉറങ്ങുമ്പോൾ എങ്ങനെ അറിയാൻ പറ്റും? അവള് ലൈറ്റ് ഓഫ് ചെയ്യും. ഈ ലൈറ്റ് ഓഫ് ചെയ്യുന്നത് നോക്കിയാണ് നിൽക്കുന്നത്. ബേസിക്കലി അജീഷ് നിൽക്കുന്നത് ഈ ആദ്യരാത്രിയിലെ മണിയറയിലെ ലൈറ്റ് ഓഫ് ചെയ്യുന്നത് വല്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ ഈ മോളുടെ മണിയറയ്ക്ക് കാവല് നിൽക്കുകയാണ് പുറത്ത്. കാരണം ഇതിൽ അവൻ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ള ഇതൊന്നും അറിയാതെ ബ്രൂണോ നല്ല സുഖമായിട്ട് മദ്യപിച്ചു കിടന്നു. അവനറിയാം കാര്യങ്ങളൊക്കെ അങ്ങ് പോവും. ഇതൊക്കെ എന്തൊക്കെയായാലും അതൊക്കെ വരുന്ന പോലെ വരട്ടെ എന്ന് ചിന്തിക്കുന്ന മനുഷ്യനാണ് അവൻ. അപ്പൊ നമ്മള് കുടുംബത്തിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നേരത്തെ പറഞ്ഞു രാജേന്ദ്രൻ ചേട്ടനെ കണ്ടില്ല എന്നുള്ളത്. ഞങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പൊ പ്രണയവർണ്ണങ്ങളിലെ ബ്രദർ ആണെങ്കിലും പട്ടാഭിഷേകം ആണെങ്കിലും ഒരു ഹിറ്റ് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു 90s കിഡ്സ് ഒക്കെ എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടു തുടങ്ങുന്ന അവിടെ നിന്ന് ഒരു 95-ന് ശേഷമുള്ള കുറെ സിനിമകൾ, അത് പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരുന്ന കുറെ സിനിമകൾ. എനിക്ക് എല്ലാ മാസ്റ്റർ ഡയറക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കാൻ എനിക്ക് അവസരം കിട്ടി. ഇപ്പോൾ ജയരാജായാലും ജോഷിയേട്ടനായാലും സത്യനന്ദിക്കാടായാലും രഞ്ജിത്തിൻ്റെ കൂടെ. കാരണം അത് ഒരു വളരെ അപ്പം ഞാൻ പക്ഷെ അഭിനയിക്കുമ്പോൾ വളരെ കുറച്ച് സിനിമകളെ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷെ ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ, ഇപ്പോൾ അനിലിൻ്റെ സിനിമകളിൽ മറ്റേ, അപ്പോൾ ഇവരൊക്കെ ഡിഫറെൻറ്റ് കളറും ടെക്സ്ചറും ഉള്ള ഡയറക്ടേഴ്സാണ്. അത് ഇപ്പോഴത്തെ സിനിമ പിള്ളേർക്ക് അത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോഴത്തെ സിനിമ അതിൻ്റെതായ രൂപത്തിൽ വളരെ നല്ലൊരു സിനിമ. സന്ധ്യ അഭിനയിച്ച ആ സിനിമ അത് അതിൻ്റെതായ രൂപത്തിൽ വളരെ നല്ല സിനിമയാണ്. പക്ഷേ അന്നത്തെ കാലത്ത് ഈ കഥ എന്ന് പറയുന്നത് വലിയൊരു പ്രധാന ഘടകമായിരുന്നു. കാരണം കഥയിൽ നോക്കിയിട്ട് ആളുകൾ പറയും. അന്ന് പറയാം ഇപ്പോൾ സത്യേട്ടൻ്റെ സിനിമ, സത്യനന്ദിക്കാടിൻ്റെ സിനിമ, അല്ലെങ്കിൽ ജയരാജിൻ്റെ സിനിമ, ഇപ്പൊ അങ്ങനെ പറയുന്നുണ്ടോ എന്നുള്ള കാര്യം കുറച്ചൊരു ഡൗട്ടാണ്. പക്ഷെ ഒരുപാട് സൂപ്പർ താര സിനിമകളും ഒക്കെ ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഒരു സിനിമ ചെയ്യുന്നത് ഭയങ്കര ആഗ്രഹിച്ച് സെലക്ട് ചെയ്ത് അതിന് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെയാണോ? അങ്ങനെ അതൊക്കെ വെറുതെ ആളുകൾ തള്ളുന്നതാണ്. മലയാള ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഇൻഡസ്ട്രിയല്ലേ. അതായത് 3.5 കോടി ജനങ്ങൾ കാണുന്നൊരു ചെറിയ ഇൻഡസ്ട്രിയാണ് മലയാളം. പിന്നെ നമ്മളിത് കുറെ തള്ളി അത് വലുതാക്കുന്നതല്ലാതെ അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞ ഒരു ഹിന്ദിയുടെയോ തമിഴിൻ്റെയോ തെലുങ്കിൻ്റെയോ ഒന്നും ഒരു കച്ചവട സാധ്യതയൊന്നും ഈ മലയാളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല ഇപ്പൊ പിന്നെ ഭാഷയ്ക്ക് അപ്പുറമാണ്. ഭാഷ എന്ന ലാംഗ്വേജ് അങ്ങ് വിട്ടല്ലോ. ഭാഷ ഒരു പ്രശ്നം. പൊന്മാലിൽ ഞാൻ നല്ലപോലെ തമിഴ് പറഞ്ഞെന്ന് എല്ലാവരും തമിഴ് സിനിമയൊക്കെ നല്ലപോലെ പറഞ്ഞു. ഭാഷ ഒരു പ്രശ്നമില്ലാതായി മാറി. മുകേഷ് ചേട്ടൻ്റെ ഒരു സിനിമ എൻട്രി എങ്ങനെയായിരുന്നു? മുകേഷ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വളരെ കുഞ്ഞിലെ മുതലേ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി തയ്യാറെടുത്തോണ്ട് സിനിമയിലാകാൻ വേണ്ടി ജനിച്ച ആളാണ്. അപ്പോൾ ഒരു ടീനേജൊക്കെ ആയപ്പോഴത്തേക്കെന്ന് വെച്ചാൽ വളരെ മെലിഞ്ഞിരിക്കുക, വണ്ണമൊന്നുമില്ല, പക്ഷെ ഹൈറ്റ് ഉണ്ട്. അപ്പം അന്ന് കമലഹാസനാണ് ഹോട്ട് സ്റ്റാറാണ് കമല. എല്ലാവർക്കും ഇഷ്ടം, ആണിനും പെണ്ണിനും ഒക്കെ ഇഷ്ടം. അപ്പം അണ്ണൻ്റെ ആഗ്രഹം കമലഹാസനെ പോലെ ആണ് എന്ന് ഞങ്ങൾ പറയണം. വീട്ടിൽ നമ്മൾ പറഞ്ഞാലല്ലേ ബാക്കിയുള്ളവരെ ഉറപ്പുള്ളൂ. അപ്പം ഒരു ക്യാമറ ഉണ്ട്. ആ ക്യാമറയിൽ എന്നും ഞാനും അനിയത്തി ഫോട്ടോ എടുക്കണം. എന്നിട്ട് അണ്ണൻ പോയിട്ട് അത് വാഷ് ചെയ്ത് ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ നോക്കിയിട്ട് അണ്ണൻ്റെ മുഖം നോക്കിയിട്ട് എത്രമാത്രം സാമ്യമുണ്ട് എന്ന് പറയണം. അപ്പം ഞങ്ങൾക്ക് ഒരിക്കലും സാമ്യമില്ല. അപ്പോഴും ഞങ്ങൾ പറയും പക്ഷെ കുറച്ചൊക്കെ ഒത്തിട്ടുണ്ട് കേട്ടോ, കണ്ണ് നോട്ടം ഒക്കെ ഒത്തിട്ടുണ്ട്. ഒരു ദിവസം വന്നിട്ട് അപ്പോൾ കമലഹാസൻ ഭയങ്കര എന്താ പറയുന്നത്, ഈ അഡ്വഞ്ചറസ് ആയിട്ടുള്ള റോളുകൾ ചെയ്യുക, ചാടുക, അങ്ങനെയൊക്കെയുള്ള ഒരു അതുവരെ കണ്ടുവന്ന ഒരു നായകൻ്റെ പരിവേഷം മാറിയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ ഒരു ദിവസം വന്നിട്ട് കിണറിലിറങ്ങി. എന്നിട്ട് ക്യാമറ ഞങ്ങളെ തന്നിട്ട് ഞങ്ങൾ മുകളിൽ നിന്ന് നോക്കണം. എന്നിട്ട് അണ്ണ ഇങ്ങനെ നിൽക്കും. അപ്പോൾ മുകളിൽ നിന്ന് ഞങ്ങൾ ഫോട്ടോ എടുക്കണം. അപ്പോൾ ഞങ്ങൾക്ക് പേടി, സ്ലിപ്പ് ചെയ്ത കിണറല്ലേ വീഴും. അപ്പം ഞങ്ങൾ ഫോട്ടോ എടുത്ത് എന്നിട്ട് പോയിട്ട് ഇത് വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് ചോദിച്ചു. അപ്പോൾ ഈ അടുത്ത കാലം വരെ ആ ഫോട്ടോ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഈ കിണറിൽ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് നോക്കുന്നത്. അപ്പം ഞങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു ഇപ്പം ശരിക്കും കാണാം ഇനി ആ ഈ വണ്ണം വല്ല അഭിസാഹസികം ചെയ്യുമോ എന്നുള്ള പേടി ഞങ്ങൾക്ക് ആകെ ഒരു സഹോദരനോട്. ഞങ്ങൾ രണ്ടും കൂടെ പറഞ്ഞു ഇപ്പം ശരിക്കും കമലഹാസൻ. ഉടനെ എൻ്റെ അനിയത്തി പറയാം കമലഹാസനേക്കായി സുന്ദരനെ പറഞ്ഞു. അത് ഞങ്ങളിപ്പോൾ നമ്മളതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ചിരി വരും. അണ്ണൻ അത്രയും കമലഹാസൻ ആകണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. പിന്നെ എങ്ങനെയാ ബലൂണിലേക്ക് വരുന്നത്?
ബലൂണിലേക്ക് പിന്നെ എങ്ങനെയാ വരുന്നത്? ബലൂണിലേക്ക് അച്ഛൻ്റെ കെയർ ഓഫിൽ തന്നെ വന്ന്. അപ്പം നാനാക്കാരാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്, കൃഷ്ണസ്വാമി റെഡ്ഡിയ സാറായിരുന്നു. അപ്പോൾ അദ്ദേഹം അച്ഛനെ കാണാൻ വന്നപ്പം അണ്ണനെ വിചാരിച്ചു അപ്പോൾ അവരെ പുതിയ പ്രോജക്റ്റാണ്. അപ്പോൾ ആ ഒരു പ്രായത്തിലുള്ള ഒരു പയ്യനായിരുന്നു വേണ്ടത്. അപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുമായിരുന്നു. അപ്പോൾ പറഞ്ഞു മാധവ ഇവനെ ഞങ്ങൾ സിനിമയിൽ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അയ്യോ അവൻ്റെ പഠിത്തം ഇല്ല, അവൻ പരീക്ഷ കഴിയുമ്പോൾ മതി, ആ സമയത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഷൂട്ട് ചെയ്ത് സിനിമ അത് ബലൂൺ കഴിഞ്ഞിട്ടാണ് പിന്നെ അണ്ണൻ പോയി LLBക്ക്. അത് കഴിഞ്ഞ് പഠിക്കാൻ പോയി. അപ്പോഴത്തേക്ക് ഡിഗ്രി കഴിഞ്ഞു, BSc കഴിഞ്ഞു. അച്ഛൻ പറഞ്ഞില്ല എന്തെങ്കിലും പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കണം നിർബന്ധമെന്ന് പറഞ്ഞു. അങ്ങനെ LLBക്ക് പോയി. പക്ഷെ LLB തേർഡ് ഇയർ ഒക്കെ ആയപ്പോൾ അണ്ണൻ സിനിമയിൽ ബിസിയായി. പിന്നെ LLB എന്ന് വെച്ചാൽ പരീക്ഷ എഴുതാൻ പറ്റിയിട്ടില്ല. LLB കംപ്ലീറ്റ് പഠിച്ചു 3 വർഷം. ശരിക്കും അളിയനും ഈ പറഞ്ഞ പോലെ സിനിമാ നടനാണ്, നമ്മളും സിനിമാ നടനാണ്. എങ്ങനെയായിരുന്നു ഇങ്ങനെ ഒന്നിച്ച് സിനിമകളുടെ ആലോചനയൊന്നും നടന്നില്ലേ? അതായത് മുകേഷിന്റെ സിനിമകളും എൻ്റെ സിനിമകളും നല്ല വ്യത്യസ്തമായ സിനിമകളായി. അവരൊരു പ്രത്യേക ട്രാക്കിൽ പോകുന്ന സിനിമകളാണ്, നമ്മുടെ ഒരു പ്രത്യേക പോക്കിൽ പോകുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ലേ അങ്ങനെയുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടിയാണ് ഞാൻ അധികം അഭിനയിച്ചിട്ടുള്ളത്. അതായത് മുകേഷിൻ്റെ ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രിയദർശൻ, പിന്നെ സിദ്ദിഖ് ലാൽ, മറ്റേത് അങ്ങനെ ഈ ലാൽ ആദ്യമായിട്ട് എൻ്റെ കൂടി അഭിനയിക്കുന്നത് മറ്റേ കളിയാട്ടത്തിൽ. അപ്പം അദ്ദേഹം ശരിക്കും ആദ്യം ഭയങ്കര ടെൻഷനായിരുന്നു അഭിനയിക്കാൻ ലാലിന്. അങ്ങനെ ഞങ്ങളാണ് പിന്നെ ലാലിനെ ഇത് കൊടുത്തത്. കാരണം ജയരാജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജയരാജ് വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു ഡയറക്ടറാണ്. കാരണം അയാൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അയാൾക്ക് മനസ്സിലുണ്ട്. ഒരു ഷോട്ട് പോലും അനാവശ്യമായിട്ട് എടുക്കില്ല. ജയരാജിൻ്റെ ഒരു 2 മണിക്കൂർ സിനിമയാണെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 മണിക്കൂർ തന്നെ ഉണ്ടാവുള്ളൂ, പിന്നെ ഷോട്ട് ചെയ്യാനില്ല സാധനത്തിൽ. കാരണം അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കരുത്തായിരുന്നു ആ ക്യാമറമാൻ. കളിയാട്ടം MG രാധ. ആ കളിയാട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴും ഞാൻ ആ സിനിമ TV കാണുമ്പോൾ അതിൽ ലൈറ്റുകൾ ഉപയോഗിച്ചിട്ടില്ല. ലൈറ്റ്സ് അറ്റ് ഓൾ. ഒരു ലൈറ്റ് പോലും ഉപയോഗിച്ചിട്ടില്ല. അതിൽ ചന്ദ്രനില്ലേ, മഞ്ജു വാര്യർ ഒരു പാട്ട് പാടുന്ന ചന്ദ്രനുണ്ട്. എല്ലാവരും ചോദിക്കുന്നത് മാനിപ്പുലേറ്റഡ് ചന്ദ്രനാണോന്ന്. അല്ല, അത് ഒറിജിനൽ ചന്ദ്രനാണത്. അന്നത്തെ പരിമിത സാഹചര്യത്തിൽ അതുമാതിരി അന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സുരേഷ് ഗോപിയുടെ ആ ഡെഡിക്കേഷൻ മനസ്സിലായില്ല. ഇതേമാതിരി ഞങ്ങൾ ആ സിനിമയ്ക്ക് പോകുമ്പോൾ ആ സീനിൽ അഭിനയിക്കേണ്ട ആളിൽ മാത്രമല്ല പോവുക, സുരേഷ് ഗോപി ഞങ്ങളെല്ലാവരും കൂടി പോവുകയാണ്. അപ്പോൾ സുരേഷ് ഗോപി കഠിനമായ അധ്വാനം ചെയ്തിട്ടാണ് ക്യാരക്ടർ ചെയ്ത്. പക്ഷെ അദ്ദേഹത്തിന് അതിനുള്ള ഫലം ഉണ്ടായി. സുരേഷ് ഗോപി നല്ലൊരു ആക്ടറാണ്. കാരണം അത് അയാൾ ഹാർഡ് വർക്ക് ചെയ്യും, ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. കാരണം ലോകത്തിലെ എത്രയോ ആളുകളെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഒത്തല്ലോ എന്നുള്ള ലോകത്തിലെ എല്ലാ പ്രമുഖരായിട്ടുള്ള ആക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇദ്ദേഹം കൂടി ചെയ്യുന്നത്. ക്ലാസിക്കിനെയാണ് മലയാളീകരിക്കുന്നത്. അപ്പോൾ അതിൽ സുരേഷ് ശരിക്കും പറഞ്ഞാൽ സുരേഷിന് ആദ്യത്തെ ദിവസമൊക്കെ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ സുരേഷ് അങ്ങനെ അവളെ കൊല്ലുന്ന സീനൊക്കെ ഉണ്ടല്ലോ, സുരേഷിന് അങ്ങനെ ഭയങ്കരമായിട്ട് ഇതും ഇതിലൊക്കെ ഉണ്ടായിട്ട് അതൊക്കെ സിംഗിൾ ഷോട്ടുകളാണ്. നിങ്ങളത് ഇപ്പോഴും എടുത്ത് നോക്കുന്നത്. സുരേഷ് ഏട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കുറച്ച് വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് അതിന്റെ ഒരു ഹാങ് ഓവർ ഉണ്ടായിരുന്നു. സുരേഷ് നല്ല ഹാർഡ് വർക്കിംഗ് ആണ്. സുരേഷ് അങ്ങനെയുള്ള വെച്ചാൽ ഇപ്പം ഞാൻ സുരേഷ് അതിൻ്റെ 2ാം ഭാഗമല്ല വേറെത് അഭിനയിച്ചു, പെരുങ്കളിയാട്ടം. അത് പക്ഷേ സുരേഷ് ഇലക്ഷനുകളൊരു 2-3 മാസം മുമ്പായിരുന്നു. അത് പക്ഷേ റിലീസായിട്ടില്ല. അത് മറ്റൊരു വലിയൊരു ഹിറ്റാവാൻ പോകുന്നൊരു സിനിമയായിരിക്കും പെരുങ്കളിയാട്ടം. ഇതിന്റെ തുടർച്ചയായ ആലോചനയാണോ? അല്ലെ തുടർച്ചയല്ല, ആ അറ്റ്മോസ്ഫിയർ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എൻ്റെ ഒരു ക്യാരക്ടർ ക്ലൈമാക്സിൽ വരുന്നൊരു 3-4 സീനുകളാണ്. അപ്പോൾ വീണ്ടും ഞങ്ങൾ ആ ടീം വീണ്ടും ഒന്നിച്ചതാണ്. അപ്പോൾ പട്ടാഭിഷേകം, നരസിംഹം പോലെ കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള സിനിമകൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അത്തരം സിനിമയുടെ ഭാഗമായ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? അങ്ങനെ ഒരു ആക്ടറെ സംബന്ധിച്ചുള്ള കൊമേഴ്ഷ്യൽ സിനിമ മറ്റേ സിനിമ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു അതില്ല. അത് വെറുതെ ആളുകൾ പറയുന്നതാണ്. നമ്മളിപ്പോൾ ഒരു പിന്നെ എന്താ പറയുക, ഞാൻ ആ ക്യാരക്ടറായിട്ട് ജീവിച്ചു എന്നൊക്കെ പറയുന്നത് കള്ളത്തര പറയുന്നത്. ഇത് ആക്ടിങ് ഈസ് എ ടെക്നിക്കൽ തിങ്, ഒരു സാങ്കേതിക പരിപാടിയാണ്. അപ്പോൾ നേരത്തെ നാടകത്തിൽ അഭിനയിക്കാൻ അറിയാത്തവർക്ക് പറ്റാത്ത പണിയല്ല കേട്ടോ. സിനിമയും സീരിയലും ഏത് പോലീസുകാരൻ്റെ അഭിനയിക്കുക, പക്ഷെ നാടകം അഭിനയിക്കുകയാണെങ്കിൽ
ഡയലോഗ് കാണാൻ പഠിക്കണം. നേരത്തെ കാണാൻ പറ്റില്ല. അതായത് റിയൽ, നമ്മൾ റിയലായിട്ട് നിൽക്കുന്നത്, നമ്മുടെ മുന്നിലിരിക്കുന്ന റിയൽ ആളുകളാണ്. അത്ര നേരം റീടേക്ക് ഇല്ലല്ലോ, അവർക്ക് കറക്റ്റിന് പോകണമല്ലോ. അപ്പൊ അത്രയും ഓർമ്മശക്തിയും കാര്യങ്ങളും ഉള്ളവർക്ക് സ്റ്റേജിൽ നിൽക്കാൻ പറ്റും. അനിയത്തി സിനിമയിലേക്ക് വന്നില്ല അല്ലെ, അതിനു മുന്നേ തന്നെ B.Ed ഒക്കെ ചെയ്തവര്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും സിനിമയിൽ സജീവമായി, അതുപോലെ മരുമകനും സിനിമയിലേക്ക് വരുന്നു. എന്തായിരുന്നു വിജയകുമാരി അമ്മയുടെയും അതുപോലെ മാധവൻ സാറിന്റെ ഒക്കെ ഒരു? അമ്മയ്ക്ക് പിന്നെ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും സൂപ്പർ എന്ന് പറയും, അല്ലാതെ വേറെ ഒന്നും ഇല്ല. പക്ഷെ അച്ഛൻ അങ്ങനെ അല്ലായിരുന്നു. അച്ഛൻ വളരെ പിശുക്കിയ നമ്മളോട്, എന്നാൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കും, പക്ഷെ നമ്മളെ ഓവറായിട്ട് പുകഴ്ത്തില്ല. അത് അമ്മയും പുകഴ്ത്തില്ല. ചേട്ടൻ്റെ എനിക്ക് തോന്നുന്ന ഒരുവിധം അവരെ ഇങ്ങനെ ആയിരിക്കും അവര്. കാരണം അങ്ങനെ പറഞ്ഞാൽ നമ്മൾ പിന്നെ വളരില്ല. നമ്മൾ എല്ലാം ആയെന്ന് നമ്മൾ നമുക്ക് കുഞ്ഞു മനസ്സല്ലേ, അപ്പം നമ്മൾ എന്തോ ആയെന്ന് നമ്മൾ വിചാരിക്കും. എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം, എന്നാലേ വളരൂ എന്നാണ് എൻ്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ നന്നായി എന്നൊരു വാക്കൊന്നും അച്ഛൻ്റെ അടുത്തുനിന്ന് കേട്ടിട്ടില്ല. പക്ഷെ ഒരു നാടകം ഞാൻ ചെയ്തപ്പോഴത്തേക്ക് അച്ഛൻ എൻ്റെ ഒക്കെ പറഞ്ഞിരുന്നു, നല്ലപോലെ അഭിനയിച്ചു എന്ന് പറഞ്ഞു. അതൊക്കെ ഒരൊറ്റ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൂ. അവളുടെ അമ്മേൻ്റെ ഇത് വെച്ചാൽ, ഞാൻ റെയിൻബോ എന്ന് പറഞ്ഞ നാടകത്തിൽ, ഞാൻ ഈ നാടകത്തിൽ അഭിനയിക്കുമ്പോൾ കൂടെ അഭിനയിക്കുമ്പോൾ പേടിയോടെ നിൽക്കുന്ന ഒരാളാണ് വിജയകുമാരി, സന്ധ്യയുടെ അമ്മ. ഭയങ്കര സ്ട്രോങ് ആക്ട്രസ്സാണ്. അവർ വലിയൊരു നടിയാന്ന് ലോകത്ത് അറിയാത്ത ഒരേ ഒരാൾ അവർ മാത്രമാണ്. അവർക്ക് അതിൻ്റെ ഒരു പാവം ഒരു സ്ത്രീ, മനസ്സിലായി. പക്ഷെ അവർക്ക് അഭിനയത്തിൽ കയറി കഴിഞ്ഞാലും ചെയ്ത് കഴിഞ്ഞാലും, അപ്പോൾ ഓരോ സമയത്തും നമ്മൾ അവരെ കൂടെ അഭിനയിക്കുമ്പോൾ മുൻകരുതലെടുക്കണം. കാരണം അവർ ഇന്ന് അഭിനയിക്കുന്ന മാതിരി അല്ല നാളെ അഭിനയിക്കുക. അപ്പോൾ അത്രയും സ്ട്രോങ്. അപ്പോൾ അവരെ ഉള്ളോ ലാസ്റ്റ് എന്താ പറയാ, ആ കാലഘട്ടത്തിലെ എന്താ പറയാ, ജീവിച്ചിരിക്കുന്ന അമ്മ മാത്രമേ ഉള്ളൂ. രണഭൂമിയിലെ രണതാരകാണ് അല്ലേ, രണതാരകം. അതായത് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി ആദ്യം അവതരിപ്പിച്ചപ്പോൾ ബാലനടിയായിരുന്നു അമ്മ. ഇപ്പൊ അമ്മ മാത്രമേ ജീവിച്ചിരിക്കുന്നുള്ളൂ, ബാക്കി എല്ലാവരും പോയി. ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ 1960 തൊട്ട് സിനിമയിൽ സജീവമാണ് അമ്മ. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷനോട് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോട്ടാ മുംബൈ പറയും, അതുപോലെ നമ്മുടെ നന്ദനം പറയും, പാറുട്ടിയമ്മയൊക്കെ ആയിട്ടുള്ള ആ റോളുകളുടെ ഒരു തമാശ ഉണ്ടല്ലോ, അത് വളരെ രസമായിട്ട് അവതരിപ്പിക്കുന്നത്. ഇപ്പൊ എപ്പോഴും ഒരു കുട്ടിയും ഒരു ഫണ്ണി ക്യാരക്ടറും ഉള്ളിലുണ്ടോ അമ്മയ്ക്ക്? വീട്ടിലെ കുട്ടിയാണ് ഇപ്പോഴും അമ്മ. ഈ പ്രതിരൂപങ്ങളില് എൻ്റെ കാമുകിയായിട്ടാണ് അഭിനയിക്കുന്നത്. അങ്ങനെയില്ല, അവരൊരു ചെറിയൊരു എക്സെൻട്രിക് ആയിട്ടുള്ളൊരു സ്ത്രീയാണ്. അപ്പം എനിക്ക് ഇവരെപ്പോഴും മനസ്സിൽ അമ്മായിമ്മ എന്നുള്ളൊരു ഇതല്ലേ, നമ്മൾ ഒരേ ഷോർട്ടായിട്ടല്ല എടുക്കുന്നത്. പക്ഷെ അവർ അഭിനയിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഈ സിനിമയൊക്കെ ഉണ്ടല്ലോ, ചോട്ടാ മുംബൈയിൽ ആ വേഷം ഉണ്ടല്ലോ, മുടി കെട്ടി വെച്ചൊരു, അതായിരുന്നു പ്രതിരൂപങ്ങളിലും വേഷം അങ്ങനെ ആയിരുന്നു. ഈ മുടിയൊക്കെ ഇങ്ങനെ പിടിയിട്ടു. അപ്പൊ ചോട്ടാ മുംബൈയിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ, ഇത് സ്ക്രീനിൽ വന്നപ്പോഴാണ് അമ്മ ഇങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞിട്ടില്ല. അങ്ങനെ അഭിനയിക്കാൻ പോയെന്നുള്ളത് അമ്മ പറഞ്ഞ കുഴപ്പമില്ല, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ തിയേറ്ററിൽ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു, ഈ ആളുകളെ ചിരിച്ചും ഇപ്പോഴും കാണുന്നതാ, കാരണം മക്കളെ പ്രാകുന്നതും ഒക്കെ. അതൊക്കെ നന്ദനത്തില് രഞ്ജിത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, എടി നിന്റെ അമ്മയൊന്ന് വിടുവോ? ഞാൻ ചോദിച്ചു എന്തോ ക്യാരക്ടർ എന്താണ്? അത് 3 witches, അതിലൊരു വിച്ചായിട്ട് അഭിനയിക്കാൻ. അവന് ഓഹോ അമ്മ എത്തിയിരിക്കുന്നു പറഞ്ഞു. അപ്പൊ അമ്മ എന്തോ ഇങ്ങനെ കേട്ടു. അമ്മ ചോദിച്ചു എന്താ? അപ്പൊ ഞാൻ അമ്മ 3 കടൽക്കിളവിമാരെ പറ്റിയിട്ടാണ് സിനിമ, അതിലൊരു കടൽക്കിളവിയാണ് അമ്മ കേട്ടോന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു രഞ്ജിത്ത് വിളിക്കുമ്പോൾ എന്തെങ്കിലും നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അവിടെ ചെന്നിട്ട് ഈ 3 പേരും, മീന ഗണേഷ് ചേച്ചി, അമ്മ, പിന്നെ സുബലക്ഷ്മി അമ്മ, ഈ 3 പേരും രഞ്ജിത്ത് പറഞ്ഞത് ഏറ്റവും വലിയ തമാശ, ഇവര് 3 പേരും അന്യോന്യം ചേച്ചി എന്നാ വിളിക്കും. കാരണം അവരുടെ വയസ്സിന്റെ ഒരു പ്രശ്നം, 3 പേരും അന്യോന്യം ചേച്ചി എന്ന്. അപ്പൊ ആ സിനിമയിൽ ഇവര് 3 പേരും ഒന്നിനൊന്നിനും മെച്ചമായത് അവരെ ഉള്ളിലുള്ളൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റാണ്. അല്ല ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ ലൈവായിട്ട് കേൾക്കാൻ വേണ്ടി, എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചീന്റെ പ്രകടനം പൊന്മാനില്? എന്റെ പ്രകടനം വളരെ നല്ല പ്രകടനം. ആ സിനിമയെ പറ്റി ഞാൻ പറയുന്നത് വെച്ചാല്, ഞാൻ ഈ 40 കൊല്ലമായിട്ട് കൊല്ലത്ത് താമസിക്കുന്ന ഒരാളാണ്. ആ സ്ഥലം എനിക്ക് നന്നായിട്ട് അറിയാം. ഈ സിനിമ നടക്കുന്ന സ്ഥലം എനിക്കറിയാം. അതിൽ ഈ കൊല്ലത്ത് ഒരു പ്രത്യേക സ്ഥലമാണ്.
ഈ ചാത്തന്നൂരോ ഇവിടെയോ ആ സംസ്കാരമല്ല, കൊല്ലത്തിന്റെ മുഴുവൻ സംസ്കാരമല്ല അത്. അത് അവിടുത്തെ കഠിനാധ്വാനികളായിട്ടുള്ള ഇവരാണ്, കടലിൽ പോകുന്ന ആളുകളാണ്. അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഇതല്ലേ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു പോരാട്ടമാണ്. അതുകൊണ്ടല്ല അവർ ഈ മറ്റേ നമുക്ക് വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായപ്പോൾ അവിടെ നിന്നല്ല ആളുകൾ കൊണ്ടുപോയത്. അവരുടെ ജീവിതം പോരാട്ടമാണ്. ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും ഡയലോഗ് പറയുന്നത് ഓരോ പോരാട്ടമാണ്, മനസ്സിലായത്. അപ്പൊ സന്ധ്യയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അതിനൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. മറ്റേ ആ വില്ലന്റെ ക്യാരക്ടർ വില്ലൻ എന്ന് പറയാൻ പറ്റില്ല. ആരും വില്ലന്മാർ ആ സിനിമയിൽ ആരും വില്ലന്മാർ, ആരും വില്ലന്മാരല്ല. ആ മുതലാളി തന്നെ വരുന്നുണ്ട്, മുതലാളിയുടെ മകൻ. ഒരൊറ്റ സീനിൽ അഭിനയിക്കുന്നുള്ളൂ, അവൻ ഏറ്റവും രസമായിട്ട് അഭിനയിക്കുന്നത്. ഒരു അടി കൊടുത്തിട്ട് പിന്നെ കാശ് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ആദ്യം തന്നെ ഇവിടെ മാത്രമുള്ളതാണ് ഈ RSP എന്ന് പറയുന്ന ഒരു. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവളുടെ സന്ധ്യയുടെ ആംഗ്ലേറ്റ് അഭിനയിക്കുന്നതന്നെ. മകനാണോ എന്റെ മകൻ മകനായിട്ട് അഭിനയിക്കും. ഇവിടെ അങ്ങനത്തെ പുരാവസ്തുക്കൾ ഇപ്പോഴും ഉണ്ട്, ഈ കൊല്ലത്തുണ്ട്, മനസ്സിലായി. അവരെ സംബന്ധിച്ചോളം എന്താണ്, ഒരു പാർട്ടി മാറ്റി നിർത്തി, പിന്നെ അവനെ സസ്പെൻഡ് ചെയ്തു, പിന്നെ അവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അവരെ സംബന്ധിച്ചോളം അതുകൊണ്ട് യാതൊരു ഗുണവും ഇയാൾക്കില്ല. ഇയാളിവിടെ കിളയ്ക്കാനാവും മൈക്കാട്ട് പണി എന്താ പറയുക, അതിന് പോയി കഴിഞ്ഞാൽ 10,500 അതൊന്നും ഒരു ചെയ്യില്ല, ഒരു പണിയും ചെയ്യില്ല. ഒരു MLA കൂടെ ആയതുകൊണ്ട് ഒരുപാട് വിവാദങ്ങൾ വരും, മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ സംസാരങ്ങൾ വരും. ചർച്ച ഉണ്ടാവാൻ എളുപ്പമാണല്ലോ ഒരു ആക്ടർ മാത്രമല്ലാതാകുമ്പോൾ. അത്തരം വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ അത് ഫാമിലീനെ എഫക്റ്റ് ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളത് അതിനെയൊക്കെ ശീലിച്ചിട്ടുണ്ടോ, ഇതിനെയൊക്കെ ആദ്യമേ തള്ളിക്കളയാൻ? അങ്ങനൊന്നും വരുന്നത് പോലെ വരട്ടെ, ഒന്നിനും നമ്മളെ ദുഃഖിക്കാനോ സങ്കടപ്പെടാനോ ഒന്നും പാടില്ല. ഇപ്പൊ ജയവും തോൽവിയും മനുഷ്യ ജീവിതത്തിലുണ്ടല്ലോ, അതാണൊക്കെ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, സ്റ്റാഗ്നന്റ് ആയി പോവില്ലേ. പ്രശ്നങ്ങൾ മുമ്പേ ചേട്ടൻ പറഞ്ഞില്ലേ പോരാടുന്നവരാണെന്ന്, പോരാടിക്കൊണ്ടിരിക്കണം. ഓരോ നിമിഷവും നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അതിലൊരു വിജയം വരുമ്പോൾ സന്തോഷിക്കുക. അച്ഛൻ ഞങ്ങൾക്ക് എപ്പോഴും പറയാറുണ്ടായിരുന്നു, എൻ്റെയൊക്കെ പ്രത്യേകിച്ച് ഞാൻ ഈ ബിസിനസ് ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒരു ജയവും പരാജയവും ഉണ്ടാവും, നഷ്ടവും ലാഭവും വരും. നഷ്ടം വരുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞിട്ട് കരയരുത്, ലാഭം വരുമ്പോൾ ആഹാ എന്ന് പറഞ്ഞ് സന്തോഷിക്കുക. രണ്ടും ഒരേ കണക്ക് കണ്ടാൽ നിനക്ക് ജീവിത വിജയം നേടും എന്ന് പറയും. അപ്പം ഞാനും എപ്പോഴും അങ്ങനെ, ചില കാര്യങ്ങൾ നമുക്ക് ഭയങ്കര ലാഭമായിരിക്കും, ചിലത്ത് അങ്ങനെ കയ്യിൽ നിന്ന് പോകും. അപ്പോഴൊന്നും ഒരു ദുഃഖമില്ല. അടുത്തത് എന്താണ് എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുകയും അതിലോട്ട് ശ്രദ്ധ കൊടുക്കുകയും ചെയ്താൽ മറ്റേ പോയതൊക്കെ അങ്ങ് പോട്ടെ. അതുകൊണ്ട് നമുക്കൊരിക്കലും ശരിയാക്കാൻ പറ്റാത്ത കാര്യമില്ല, അത് പോട്ടെ എന്ന് വിചാരിക്കും. അത്രയേ ഉള്ളൂ, ജീവിതത്തിൽ അത് വേണം. ഇപ്പൊ കന്യാദാനം അല്ലേ നടന്നുകൊണ്ടിരിക്കുന്ന സീരിയല്? കന്യാദാനം സീരിയൽ എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ഏറ്റവും നമ്പർ 1 സീരിയലാണ്. 1500 എപ്പിസോഡ് കഴിഞ്ഞു. 5 കൈക്കുഞ്ഞായിട്ട് കൊച്ചിനെ കൊണ്ടുവന്നതായി. ഇപ്പൊ കൊച്ചി പറഞ്ഞിടക്കൂടെ അവിടെ ഓടി നടക്കുന്ന LKG UKG കണ്ടായെന്ന് പറയുന്നത് കൊച്ചികളെ. സീരിയലിനെ പറ്റി പറയുമ്പോ എപ്പോഴും ഈ കിടന്നുറങ്ങുമ്പോ പട്ടിസാരി ഇടുന്നതും സ്വർണ്ണമാല ഇടുന്നതും ഒക്കെ എല്ലാരും ഒരു കളിയാക്കി പറയാറ്. നമ്മളിപ്പോ ആഗ്നസിനെ കണ്ടു, ശരിക്കും ആഗ്നസ് എങ്ങനെയാണ്, പക്ഷെ സീരിയലിലെത്തുമ്പോ ഒരു ആഗ്നസ് ചിലപ്പോ അങ്ങനെ ആയിരിക്കണം എന്നില്ല. ആ സീരിയലിന്റെ അങ്ങനെയുള്ള വിമർശനങ്ങളോട് എന്താ പറയാനുള്ളത്? സീരിയലിൽ ആരും നല്ലതാവരുത്. നിങ്ങൾ സീരിയൽ കാണുമ്പോഴേ ഇങ്ങനെ കാണില്ല, നിങ്ങളിങ്ങനെ അതിൻ്റെ ലെഫ്റ്റിൽ എടുത്ത ഭാഗത്ത് ഇങ്ങനെ ഹിന്ദുസ്ഥാൻ ലിവർ എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നുണ്ട്. അവരാണ് ലോകത്തെ എല്ലാ സീരിയലുകളും പ്രൊമോട്ട് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വൃത്തികേടുകൾ വെച്ച് പോകുമ്പോൾ സീരിയലിൽ എന്ത് വൃത്തികേടുകൾ നടക്കുന്നത്? സീരിയൽ കണ്ടിട്ടാണ് ചെയ്തതെന്നൊന്നും പറയാൻ പറ്റില്ല. തൊട്ടപ്പുറത്ത് തന്നെ ഒരു പയ്യൻ വെട്ടി കൊല്ലപ്പെടുകയാണ്, അത് തൊട്ടപ്പുറത്താണ്. ഇവിടെ അത് സീരിയൽ കണ്ടിട്ടാണോ? സീരിയൽ കണ്ട ആരും അതായത് അമ്മയെ വെട്ടിക്കൊല്ലുകയാണ്, അത് സീരിയൽ കണ്ടിട്ടാണ്. ഏത് സീരിയലിലാണ് അമ്മനെ വെട്ടിക്കൊല്ലാൻ പറയുന്നത്? സീരിയലിലുള്ള ഒരു പ്രശ്നം എന്തെന്നറിയോ, ഒരു ക്യാരക്ടറും സൽഗുണസമ്പന്നരാവരുത്. അത് നമുക്ക് കാണുന്നവന് ഇഷ്ടമല്ല, കാണുന്നവർക്ക് ഇഷ്ടമല്ല. നല്ലപോലെ ശുഭമായി പോവുക, നല്ല സ്വഭാവത്തിൽ ജീവിക്കുക, നായികയ്ക്ക് ദുഃഖങ്ങളൊന്നും ഇല്ലാതെ സന്തോഷമായിട്ട് നിങ്ങൾ 2 ദിവസം അത് സീരിയൽ കാണും, 3ൻ്റെ അന്ന് പിന്നെ കാണത്തില്ല. പ്രശ്നങ്ങൾ വരണം, അങ്ങനെ ദുഃഖവും. അല്ല ഈ സീരിയല് രാത്രി ഇല്ലെന്നുണ്ടെങ്കിലല്ല, ഈ നാട്ടിലെ ജനങ്ങളിൽ ഈ 50-60 വയസ്സ് കഴിഞ്ഞവരൊക്കെ ഡിപ്രഷൻ അടിച്ചിട്ട് സംസാരിക്കാനൊന്നും സമയമില്ലല്ലോ. എന്താ സംസാരിക്കുക? അവരിതിന് അഡിക്റ്റാണ്.
അത് കഴിഞ്ഞിട്ട് അടുത്ത ജനറേഷൻ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. കാരണം ഇതൊരു നിർദോഷമായിട്ടുള്ള സാധനമല്ലേ. സീരിയൽ കണ്ടപ്പോൾ അത് ജീവിതത്തിൽ നടക്കുന്നു പറഞ്ഞിട്ട് സീരിയൽ കണ്ടിട്ട് ആരെങ്കിലും കൊലപാതകം നടത്തിയതായിട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല.